എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി. ഈ പദ്ധതി എന്ന് പറയുന്നത് കേരളത്തെ ലോകഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്ന മനോഹരമാണ്. ഈ കരാർ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് ഈ കരാർ വെച്ചിട്ടുള്ളത്, അല്ല കരാറിൽ ഒപ്പിട്ടിട്ടുള്ളത്. ആ കരാറിലെ വ്യവസ്ഥകളോട് CPM-ന് ഒരു യോജിപ്പും ഉണ്ടായിരുന്നില്ല. സത്യമാണല്ലോ, സത്യമാണ്. പക്ഷെ ഞങ്ങൾ ഭരണത്തിൽ വന്നു. ഭരണത്തിൽ വരും മുമ്പ് ഈ കരാറുമായി ബന്ധപ്പെട്ട് എന്താണ് നിലപാടെന്ന് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പിണറായി വിജയനോട് പത്രക്കാർ ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, എന്താ പറഞ്ഞത്? കരാർ നടപ്പാക്കും. കാരണം കരാറിൻ്റെ ഉള്ളടക്കത്തോട് CPM-ന് വിയോജിപ്പുണ്ടെങ്കിലും ഞങ്ങൾ വിഴിഞ്ഞം പദ്ധതി വരാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യും? ജനങ്ങളോട് വാക്ക് നൽകുന്നു, കരാർ പൂർത്തിയാക്കും. അത് ആത്മാർത്ഥതയോടെ പിണറായി വിജയൻ സർക്കാർ നിർവഹിച്ചു. ചില നേരത്തെ സത്യങ്ങൾ നുണയായിട്ടേ മറ്റുള്ളവർക്ക് തോന്നും. അതിന്റെ പേരിലൊക്കെ ഒരു സർക്കാർ പിന്നീട് ഒരു വികസന പദ്ധതിയുടെ തുടർ പരിപാടികൾ നടക്കുമ്പോൾ ക്ഷണിക്കാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ പകപോക്കൽ, അല്ലെങ്കിൽ ഒരു തരം സങ്കുചിത മനോഭാവം എന്നൊക്കെ മലയാളത്തിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുക. അതാണോ ഇത് എന്നെങ്കിൽ നിങ്ങൾ സമ്മതിക്കണം. അതാണ് എങ്കിലും പിന്നെ എനിക്ക് ചോദ്യമില്ല. അതല്ല എങ്കിൽ നാളെ അദ്ദേഹം വന്ന് അവിടെ സംസാരിച്ചാൽ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? അപ്പോ സമാധാനപരമായിട്ട് ഇത് തീരില്ല. സമാധാനപരമല്ലാത്ത വഴി കയ്യിലുണ്ടോ? റാഷിദിൻ്റെ വീട്ടിൽ ചടങ്ങിന് ഞാൻ പങ്കെടുത്തു. ആ ചടങ്ങിന് പങ്കെടുത്തിട്ട് ഞാൻ അവിടുന്ന് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചില്ല, ഞാൻ പോന്നു. അത് കഴിഞ്ഞ് പുറത്ത് പത്രക്കാരോട് പറയുകയാണ്, ഇങ്ങനെ ഒരാളുടെ ചടങ്ങിൽ പങ്കെടുത്തതിൽ ഞാൻ ലജ്ജിക്കുന്നു എന്നൊരാൾ പറഞ്ഞാൽ ഇത് മാന്യതയുള്ള കാര്യമാണോ? ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം അതൊന്നും അല്ലല്ലോ. ശ്രീ അനിൽകുമാർ, എന്റെ വീട്ടിലേക്ക് കേരളത്തിലെ ജനങ്ങൾ വോട്ടെടുത്ത് തെരഞ്ഞെടുത്ത് വോട്ടെടുപ്പ് നടത്തി അതിലൂടെ വിജയിപ്പിച്ച് തെരഞ്ഞെടുത്ത് അയച്ച അംഗങ്ങളല്ല എന്റെ വീട് ഭരിക്കുന്നത്. അവിടെ എന്റെ വീട്ടിൽ ഞാനാണ് ഗൃഹനാഥൻ, ഞാനാണ് മുഖ്യമന്ത്രി. അത് എന്റെ വ്യക്തിപരമായ കാര്യമാണ്. ഇത് സംസ്ഥാനത്തിന്റെ ഭരണത്തിന്റെ വിഷയമാണ്. അനിൽകുമാറെ, ഇത്തരത്തിൽ കിടന്ന് ഉരുളണ്ട. ജനാധിപത്യം എന്താണെന്ന് താങ്കൾ ആദ്യം പഠിക്കണം. ജനാധിപത്യത്തിൽ ഭരണകർത്താക്കൾക്കുള്ളതുപോലെ തന്നെ അതിനെ അല്ല, ഞാനൊന്ന് പറയട്ടെ. എന്നാ പല്ലുവനെയാണോ? ഭരണപക്ഷത്തിനുള്ളതുപോലെ തന്നെ പ്രതിഷേധിക്കാനുള്ള അവസരം പ്രതിപക്ഷത്തിനുമുണ്ട്. ഇതിനോട് പ്രതികരിക്കാനുള്ള അവസരം ജനങ്ങൾക്കുമുണ്ട്. അതാണ് ജനാധിപത്യം. അത്തരത്തിലുള്ള പ്രതികരണം ജനങ്ങളിൽ നിന്നുണ്ടായതുകൊണ്ടാണ് ഞങ്ങൾ 18 സീറ്റിൽ ജയിച്ചതും നിങ്ങൾ ഒരു സീറ്റിൽ തോറ്റതും. അതും ജനങ്ങളുടെ പ്രതിഷേധമാണ്. ഇവിടെ ഞാൻ പറയുന്നത്, എത്ര ലജ്ജാകരമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം ഈ ചർച്ചയിൽ വന്നിരുന്നു പറയുന്നത്. കഴിഞ്ഞ പരിപാടിക്ക് ഞങ്ങൾ പ്രതിപക്ഷ നേതാവിനെ വിളിച്ചപ്പോ പ്രതിപക്ഷ നേതാവ് ഞങ്ങളെ വിമർശിച്ചു, അതുകൊണ്ട് ഞങ്ങൾ ഇനി വിളിക്കുന്നില്ല എന്ന് പറയുന്ന ഈ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗത്തെ ഓർത്ത്, CPM-ന്റെ നേതാക്കന്മാരെ ഓർത്ത് ഞാൻ ലജ്ജിക്കുകയാണ്. കേരള ജനാധിപത്യത്തെ സംബന്ധിച്ച് ആലോചിക്കുമ്പോ മനസ്സിലായില്ലേ? ഞങ്ങൾ പ്രതിഷേധിച്ചാൽ, ഞങ്ങൾ പ്രതികരിച്ചാൽ ഞങ്ങളെ വിളിക്കില്ല എന്ന് പറയാനുള്ള ആർജവം ഒരു CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗത്തിന് ഉണ്ടാകണമെങ്കിൽ